നിംസെറ്റ് 2026 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി നിംസെറ്റിൻ്റെ കോഴ്സ് ഓൾറെഡി ട്യൂട്ടോറിയൽ അവൈലബിൾ ആണ്. താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, അത് കയറിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. നിംസെറ്റ് 2026 MCA എൻട്രൻസ് ആണ്. ഇപ്പോൾ BCA കഴിഞ്ഞ ആൾക്കാർക്കും അതുപോലെ തന്നെ BCA ഫൈനൽ ഇയർ പഠിക്കുന്ന ആൾക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ 11 NITSക്കും 2 IITയിലേക്കുമാണ് MCA ചെയ്യാനുള്ള ഫെസിലിറ്റി ഈ നിംസെറ്റ് എക്സാം വഴി നൽകുന്നത്. NIT തിരുച്ചിറപ്പള്ളിയാണ് ഈ പ്രാവശ്യം ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. എക്സാം ഡേറ്റ് വരുന്നത് 6 ജൂൺ 2026. ജൂൺ 6 നിങ്ങൾക്ക് എക്സാം വരുന്നത്. 2 മുതൽ 4 മണി വരെയാണ് എക്സാം വരുന്നത്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ nimset.admissions.nic.in, അതിലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇനിയിപ്പോൾ ഏതൊക്കെ NITസിലും IITസിലും ആണെന്ന് നമ്മളിതിൽ പറഞ്ഞിട്ടുള്ളത്. NIT അഗർത്തല, അലഹബാദ്, ഭോപ്പാൽ, ഡൽഹി, ജംഷഡ്പൂർ, കുരുക്ഷേത്ര, മേഘാലയ, പാറ്റ്ന, റായ്പൂർ, തിരുച്ചിറപ്പള്ളി, വാറങ്കൽ, IIT ഭോപ്പാൽ, IIT വഡോദര എന്നീ സ്ഥലങ്ങളിലേക്കാണ് MCAക്ക് വേണ്ടിയിട്ട് ഈ എക്സാം വഴി നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുക. ഓക്കെ, അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ പറഞ്ഞാൽ 60% മാർക്ക് വേണം ജനറൽ OBC EWSന്. അതുപോലെ 55% മാർക്കാണ് SC ST. അതുപോലെ 3 ഇയർ ഡിഗ്രി വിത്ത് മാത്സ് ഓർ സ്റ്റാറ്റിക്സ് ഡിഗ്രി ഉള്ള ആൾക്കാർക്കും, അതുപോലെ BCA ചെയ്ത ആൾക്കാർക്കും, അതുപോലെ BTech ഡിഗ്രി കഴിഞ്ഞ ആൾക്കാർക്കും നമുക്ക് എന്ത് ചെയ്യാം, ഈ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് അവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ ജനറൽ OBC EWSന് നമ്മുടെ അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 2500 ആണ്. SC ST PWD കാൻഡിഡേറ്റ്സ് വരുന്നത് 1250 രൂപയാണ് വരുന്നത്. ഓക്കെ, അതുപോലെ അപ്ലിക്കേഷൻ്റെ ഡോക്യുമെൻറ്റ്സ്, അപ്ലിക്കേഷൻ വരുന്നത് ഓൺലൈൻ അപ്ലിക്കേഷനാണ്. 3 മാർച്ച് മുതൽ ഓൾറെഡി അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 1 മെയ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് ഇമെയിൽ ID യും അതുപോലെ മൊബൈൽ നമ്പറും നിങ്ങൾക്ക് അതുപോലെ ഫോട്ടോസും സിഗ്നേച്ചറും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും. അപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് മാർക്ക് ഷീറ്റ് നിങ്ങളുടെ കയ്യിൽ വേണം. അതുപോലെ തന്നെ വാലിഡ് ആയിട്ടുള്ള ഒരു ID പ്രൂഫും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം വരും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എക്സാമിൻ്റെ ഡീറ്റെയിൽസ് പറയണമെങ്കിൽ 2 മണിക്കൂർ എക്സാമാണ് വരുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത് 120 ക്വസ്റ്റ്യൻസ് ആണ് വരിക. മാത്സിന്ന് 50 ക്വസ്റ്റ്യനും, അതുപോലെ തന്നെ റീസണിങ്ങിൽ നിന്ന് 40 ക്വസ്റ്റ്യനും, കമ്പ്യൂട്ടറിൽ നിന്ന് 20 ക്വസ്റ്റ്യനും, ഇംഗ്ലീഷിൽ നിന്ന് 10 ക്വസ്റ്റ്യനും, അങ്ങനെയാണ് മൊത്തം 120 ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിൻ്റെ 50 ക്വസ്റ്റ്യന് ടോട്ടൽ മാർക്ക് വരുന്നത് 1000-ലാണ് ടോട്ടൽ മാർക്ക് വരുന്നത്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അതുപോലെ തന്നെ മാത്സിന് 12, ഒരു ക്വസ്റ്റിന് 12 മാർക്കാണ് കറക്റ്റ് ആൻസർ വരുന്നത്. റീസണിങ്ങിന് 6 മാർക്കാണ് ഓരോ ക്വസ്റ്റിനും. കമ്പ്യൂട്ടറിൽ നിന്നാണ് 6, അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ നിന്ന് 4 മാർക്കുമാണ് ഓരോ ക്വസ്റ്റിന് വീതം വരുന്നത്. ഇനിയിപ്പോൾ നെഗറ്റീവ് മാർക്ക് നോക്കിയാൽ 3 മാർക്കാണ് മാത്സിന് നെഗറ്റീവ് മാർക്ക് വരുന്നത്. 1.5 മാർക്കാണ് റീസണിങ്ങും അതുപോലെ തന്നെ കമ്പ്യൂട്ടറും വരുന്നത്. 1 മാർക്ക് ആണ് ഇംഗ്ലീഷിൻ്റെ നെഗറ്റീവ് മാർക്കിംഗ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ മാത്സ് എന്നാണ് കൂടുതലും. നമ്മൾ പറഞ്ഞു 50 ക്വസ്റ്റ്യനാണ് മാത്സ് വരുന്നത്. സെറ്റ്സ്, ആൾജിബ്ര, മാട്രിസസ്, പ്രോബബിലിറ്റി, സ്റ്റാറ്റിസ്റ്റിക്സ്, കോർഡിനേറ്റ് ജോമെട്രിയിൽ നിന്ന് ലൈൻസ്, സർക്കിൾ, കോണിക്സ്, കാൽക്കുലസിന് ലിമിറ്റ്, ഡിഫറൻസിയേഷൻ, ഇൻറ്റഗ്രേഷൻ, ട്രിഗണോമെട്രിന്ന് ഐഡൻറ്റിറ്റീസ്, ട്രയാങ്കിൾസ്, ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസ്, അത്രയും ടോപ്പിക്സ് ആണ് മാത്സിന് വരുന്നത്. മാത്സിന് അതിന് 50 ക്വസ്റ്റ്യനാണ് വരുന്നത്. അതുപോലെ തന്നെ റീസണിങ്ങിന് വെർബൽ ആൻഡ് നോൺ വെർബൽ, ബ്ലഡ് റിലേഷൻ, കോഡിങ്, ഡയറക്ഷൻ, സീറ്റിംഗ്, പസിൽസ്, സീരീസ്, സില്ലോജിസം, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ, ഇത്രയും ടോപ്പിക്സ് ആണ് റീസണിങ് വരുന്നത്. ഇനിയിപ്പോൾ കമ്പ്യൂട്ടർ ടോപ്പിക്സ് ആണ് ബേസിക്സ് ലെവലുള്ള ടോപ്പിക്സ് വരുന്നത്. CPU, ഇൻപുട്ട് ഔട്ട്പുട്ട്, മെമ്മറി, സ്റ്റോറേജ്, പിന്നെ സ്റ്റോറേജ് ഡാറ്റ, ബൈനറി, ഹെക്സാഡെസിമൽ, നമ്പർ പ്രസൻറ്റേഷൻ, ബൂളിയൻ ആൾജിബ്ര, ഹാർഡ്വെയർ, കീബോർഡ്, മൗസ്, മോണിറ്റർ, പ്രിൻ്റർ എക്സെട്ര. അതുപോലെ സോഫ്റ്റ്വെയർസ്, OS സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഇൻ്റർനെറ്റ് ആൻഡ് ഇമെയിൽ ബേസിക്സ്, ഓൺലൈൻ സേഫ്റ്റി, ഇത്രയും കാര്യങ്ങളാണ് കമ്പ്യൂട്ടറിൻ്റെ ടോപ്പിക്സ് വരുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഇംഗ്ലീഷാണ്. കോംപ്രിഹെൻഷൻ, വൊക്കാബുലറി, ഗ്രാമർ, സെൻറ്റൻസ് ഫോർമേഷൻ, ടെക്നിക്കൽ റൈറ്റിംഗ്, ഇത്രയും ടോപ്പിക്കാണ് ഇംഗ്ലീഷിൽ വരുന്നത്. അപ്പോൾ മൊത്തം ഇത്രയും ടോപ്പിക്സേ ഉള്ളൂ. ഇത്രയും ടോപ്പിക്സിനാണ് 120 ക്വസ്റ്റ്യൻ വരുന്നത്. ഇത്രയാണ് നിംസെറ്റ് ഡീറ്റെയിൽസ് വരുന്നത്. ഓക്കെ, അപ്പോൾ അപ്ലൈ ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക. ഒരു നല്ല കോളേജിൽ, അതായത് IITസിലോ, നല്ല ടോപ്പ് IITസിലോ NITസിലോ നിങ്ങൾക്ക് MCA ചെയ്യണമെങ്കിൽ എന്തായാലും നിങ്ങൾ എക്സാം എഴുതിയേ തീരുള്ളൂ. ഓക്കെ, പിന്നെ നിങ്ങൾക്കിതിൻ്റെ കോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കോഴ്സ് ചെയ്യാൻ പറ്റും. വെറും 2500 രൂപയ്ക്ക് നിങ്ങൾക്ക് നിംസെറ്റിൻ്റെ കോഴ്സ് കിട്ടും. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ലിങ്ക് ഉണ്ട്.
ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.